അതുകൊണ്ട് ഇറങ്ങാൻ പേടിയാണ്. എന്നാലും പിന്നെ ഇറങ്ങി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കട എടുത്തിട്ടൊക്കെയാണ് ഞാറ് നെല്ല് നട്ടത്. ആന ഇറങ്ങിപ്പോയ അതേ വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയ ആന കേട്ടോ, മുട്ടിക്കൊമ്പൻ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ ആന തന്നെയാണ്. ലോണ് പൈസ തികയും. നമ്മുടെ കയ്യിൽ എന്തായാലും കൃഷി ഇറക്കാനുള്ള പൈസ ഇല്ലല്ലോ. എന്തായാലും കട എടുക്കാതെ പറ്റില്ല. പിന്നെ ഞങ്ങള് അറിഞ്ഞിട്ടില്ല ഇവിടെ. പിന്നെ കരച്ചില് കേട്ടപ്പോഴാണ് ആനയാണെന്ന്. അലറിയായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ നോക്കിയപ്പോ എല്ലാരും വന്നുകൂടി. ആന ഓട്ടിക്കാനൊക്കെ പേടിയാണ്, ഇറങ്ങാൻ തന്നെ പേടിയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലുമുക്ക് മാറോട് കോളനിയിൽ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു മുട്ടിക്കൊമ്പൻ ഇറങ്ങി ഒത്തിരിയധികം നെൽപ്പാടങ്ങളൊക്കെ നശിപ്പിച്ച ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. രാജു എന്ന് പറയുന്ന ഒരു മാസത്തിന് മുന്നേ ആനയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട രാജു എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം മരിച്ചിട്ട് 1 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് തന്നെയാണ് ആ ഒരു സംഭവം നടന്നത്. അവിടുന്ന് ഒരു 200 മീറ്ററും കൂടെ മാറിയിട്ട് ഇന്നലെ രാത്രി, അതായത് ആ സംഭവം നടന്നതിന് ശേഷം ഒരു രാത്രിയും കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഇവിടെ അടുത്ത പ്രദേശത്തും ഇതേപോലെ തന്നെ കണ്ടത്തിൽ ആന ഇറങ്ങിയിരിക്കുകയാണ്, മുട്ടിക്കൊമ്പൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് നേരിട്ട് ഇവിടെയുള്ള കർഷകരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമയുടെ വീട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വയലിലാണ് കഴിഞ്ഞ രാത്രി മുട്ടിക്കൊമ്പൻ വന്ന് കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി ആൾക്കാർ വയലിലൊക്കെ പണിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതുപോലെ ഒത്തിരി ആൾക്കാർ ഈ വയലുകളിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ അധ്വാനമാണ് ഈ ആന ഒരു രാത്രി കൊണ്ട് കയറി നശിപ്പിക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി? എൻ്റെ പേര് ശബരി. ഇത് എങ്ങനെയാ? ഇന്നലെ രാത്രിയാണ് ആന? ഇന്നലെ രാത്രിയായിരുന്നു വന്നത്. പിന്നെ ഞങ്ങള് അറിഞ്ഞിട്ടില്ല ഇവിടെ. പിന്നെ കരച്ചില് കേട്ടപ്പോഴാണ് ആനയാണെന്ന്. അലറിയായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ നോക്കിയപ്പോ എല്ലാരും വന്നുകൂടി. ആന ഓട്ടിക്കാനൊക്കെ പേടിയാണ്, ഇറങ്ങാൻ തന്നെ പേടിയാണ്. പിന്നെ രാത്രി അതുകൊണ്ട് ഇറങ്ങാൻ പേടിയാണ്. എന്നാലും പിന്നെ ഇറങ്ങി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കട എടുത്തിട്ടൊക്കെയാണ് ഞാറ് നെല്ല് നട്ടത് തന്നെ. അപ്പൊ പിന്നെ അങ്ങനെ വന്നപ്പോ ഇന്നലെ നോക്കിയപ്പോഴാണ് ഒരു കണ്ട അവിടെ മൊത്തം തിന്ന് കണ്ടത്തിലൂടെ തന്നെ ഇറങ്ങി മറ്റേ അതിലെ പോയി കാട്ടിലേക്കായാലേ. അപ്പോഴാണ് അറിഞ്ഞ് പിന്നെ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് എല്ലാരും അറിഞ്ഞത്. കാണിച്ചു തരാം. നമ്മൾ കാണാൻ പോകുന്ന ആന ഇന്നലെ രാത്രി ഇറങ്ങി നശിപ്പിച്ച ആ ഒരു കണ്ടമാണ് കേട്ടോ. ഏത് ഭാഗത്തുനിന്ന് ഇറങ്ങിയേ? ഇത് ഇവിടുന്നാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ഞങ്ങളുടെ വയലിൽ കൂടെ ഇതിൽ തന്നെ ഇറങ്ങിയ. ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിയ വാഴയൊക്കെ ഇവിടെ നശിപ്പിച്ചിട്ട് ഇല്ല ഇറങ്ങിയ. അത് അവിടുന്ന് ഇങ്ങനെ ഇതിലാണ് ഇറങ്ങിയത്. അവിടെ വാഴയൊക്കെ തിന്നിട്ടാ വന്നത്. ഇവിടെയൊക്കെ ആനപ്പിണ്ടത്തിന് ആനപ്പിണ്ടം കിടക്കും. ഇവിടെ നിന്നിട്ടുണ്ട് അല്ലേ? കുറെ നിന്നിട്ടുണ്ട്. ഈ വഴിക്കാട്ട് ആന ഇറങ്ങിയ. അടുത്ത് പോയി കാണാം. ആന ഇതിലേ ഇറങ്ങിപ്പോയത്. ആന ഇറങ്ങിപ്പോയ അതേ വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയ ആന കേട്ടോ, മുട്ടിക്കൊമ്പൻ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ ആന തന്നെയാണ്. ആനയുടെ ആനപ്പിണ്ടം ഇട്ട് വെച്ചേക്കാൻ നമുക്ക് കാണാം. ഇതിലെങ്ങനെ നടന്ന് ഇങ്ങനെ പോയേക്കുക. ഇതൊക്കെ തിന്നു പോയതല്ലേ? ഇതൊക്കെ തിന്നു പോയതാണ്. അത് അതിലൊക്കെ തിന്നായിരുന്നു. ആണല്ലേ? ഇവിടുന്ന് ഇങ്ങനെ അറ്റത്ത് പോയിട്ട് പിന്നെ അങ്ങോട്ടാ പോയേ? ഇതിലങ്ങ് നേരെ കണ്ടത്തിലൂടെ തന്നെ പോയി. ഒരു വര നിങ്ങൾ കണ്ടോ? അത് ആ കണ്ടത്തിൽ കൂടെ തന്നെ നടന്ന് നശിപ്പിച്ച് പോയതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും പോയി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടം വരെ പോയിട്ട് അവിടെ നേരെ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് വന്ന് ഇവിടെയൊക്കെ വന്ന് ചവിട്ടി വെച്ച് വീണ്ടും അങ്ങോട്ട് പോയി. വീണ്ടും അതേപോലെ തന്നെ ഒരു എസ് ആകൃതിയിലാണ് ആന ഇതിലൊക്കെ പോയിരിക്കുന്നത്. അതായത് ഒരു സൈഡും എല്ലാം പോകുമായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. മൊത്തം ഒരു കണ്ടത്തിൻ്റെ എല്ലാ സൈഡും നശിപ്പിക്കുന്ന രീതിയിലാണ് പോയത്. ഇതുണ്ടോ? ഇത് ഞാനിപ്പോൾ ആ സൈഡിൽ നിന്നാണ് തുടങ്ങി. അവിടെ നിന്ന് അങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സിക്സാഗ് മോഡലാണ് ആനതാ ഇവിടെ വരെ വന്നത്. ഇവിടെയൊക്കെ കാൽപ്പാട് കാണാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ? അങ്ങോട്ടാണ് ഇറങ്ങിയത്. അടുത്ത കണ്ടാണിത്. അടുത്ത കണ്ടത്തിൽ നിന്ന് ഇങ്ങനെ കണ്ടോ? ഈ പോകുന്ന വഴിക്കുള്ള എല്ലാം ചവിട്ടി നശിപ്പിക്കുക. അതുപോലെ തന്നെ ചവിട്ടി നശിപ്പിച്ചൊക്കെ ഞങ്ങളുടെയാണ്. ആണല്ലേ? ചവിട്ടി നശിപ്പിക്കുക. അതുപോലെ തന്നെ തിന്നിട്ടാണ് കേട്ടോ പോയേക്കുന്നത്. തിന്നിട്ടുമുണ്ട്. കണ്ടോ കാൽപ്പാട്?
ഇതുണ്ടോ ഇവിടെ വരെ വന്നു. ഇവിടുന്ന് ഇതേ അടുത്ത കാൽപ്പാട് ഇതുണ്ടോ ഇവിടുന്ന് വന്ന് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കയറിയിട്ട് അതെ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ചേച്ചി പോയി ഇതിലെ നേരെ തന്നെ പോയി ഈ കണ്ടത്തിലൂടെ തന്നെ പോയി അക്കരെ കയറി. ഉണ്ടോ കാൽപ്പാടുണ്ടോ ഇതിലിങ്ങനെ വന്ന് ഇതിലിങ്ങനെ പോയി ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ കണ്ടത്തിലും ചവിട്ടിയിട്ടുണ്ടല്ലേ. ഇത് മൊത്തം എന്തേലും ചേച്ചിയുടെ ഒക്കെ ഈ സ്ഥലമൊക്കെ? ഇത് 2 ഏക്കർ 50 3 ഏക്കർ 50 സെന്റ്. നിങ്ങള് ലോൺ എടുത്ത് ചെയ്യുന്നല്ലേ? ലോണ് പൈസ നമ്മുടെ കയ്യിൽ എന്തായാലും കൃഷി ഇറക്കാനുള്ള പൈസ ഇല്ലല്ലോ, എന്തായാലും കട എടുക്കാതെ പറ്റില്ല. ഇങ്ങനെ ഈ വഴി ഇങ്ങനെ സൈഡിൽ കൂടെ പോയേക്കുന്നുണ്ടോ? ഇതിങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞ് റൂട്ട് മാറ്റിയിട്ടോ ഇവിടം വരെ ഒരു സൈഡിൽ കൂടെ പോയി. കണ്ടോ കാൽപ്പാട് നിങ്ങൾക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ കാൽപ്പാടാണ്. മുട്ടിക്കൊമ്പനായതുകൊണ്ട് നമുക്കറിയാം വലിയ ആനയാണ്. നമ്മളിത് ആദ്യമായിട്ടല്ല മുട്ടിക്കൊമ്പൻ്റെ വീഡിയോ ചെയ്യുന്നത്. സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആന തന്നെയാണ്. ഇവിടം വരെ എത്തി വെച്ചിട്ട് പുള്ളി നേരെ അടുത്ത കണ്ടത്തിലേക്ക് ചാടി. അടുത്ത കണ്ടത്തിൽ കൊടുത്താ ഇങ്ങനെ ക്രോസ് പോയിരിക്കുകയാണ്. ഇതുണ്ടോ ഇങ്ങനെ ക്രോസ് പോയി. ഇതുണ്ടോ ക്രോസ് പോയി. ഇതുണ്ടോ നടന്നു പോയ വഴിയാണ്. നമുക്ക് അതിലേ പോയത് കാണാം. വലിയ ഒരു വഴി പോലെ ആയിട്ടുണ്ട് ആ പ്രദേശം. ഉണ്ടോ ഒരു ചാല് പോലെ കംപ്ലീറ്റ് ഇതിങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. നമുക്കിപ്പോൾ ആണെങ്കിൽ ഞാൻ ഈ ഒരു പ്രദേശം കൂടെ ഇച്ചിരി ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇത് അവിടുന്ന് ക്രോസ് ഇതുണ്ടോ ഇങ്ങനെ വന്ന വഴിയാണിത്. ഇങ്ങനെ വന്നു വെച്ചിട്ട് ഞാനതാ ഈ കണ്ടത്തിൽ കൂടെയാണ് ഇങ്ങനെ പോയിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള 2-3 കണ്ടം കൂടെ ഇതേപോലെ തന്നെ നശിപ്പിച്ചിട്ട് തന്നെയാണ് ആന പോയിരിക്കുന്നത്. ചേച്ചി അപ്പം ഇതിങ്ങനെ ഇപ്പം സ്ഥിരം വരുന്നുണ്ടോ? ഇത് സ്ഥിരം വരുന്നു. അന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. അത് രാജചേട്ടൻ മരിച്ചതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ അവിടെ വന്നായിരുന്നല്ലോ മേലെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇന്നലെ രാത്രിയില്. അപ്പൊ ഇതെന്താ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നോ? പിന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് അവര് വന്നോ? അല്ലല്ല, ഇന്ന് ഞങ്ങള് വിളിച്ചിട്ടില്ല. രാവിലെ പണിക്ക് പോകാനുള്ള തിരക്ക് കാരണം വിളിച്ചിട്ടില്ല. അവര് മേലെ ഭാരതി അവര് വിളിച്ചായിരുന്നു. വിളിച്ചു എന്ന് പറഞ്ഞു. വന്നോന്ന് അറിയില്ല. വന്നൂന്ന് കാര്യം അറിയില്ല. ഇങ്ങനെ ആന രാത്രി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ രാത്രി വിളിച്ചില്ല അവരെ? രാത്രി വിളിച്ചിട്ടില്ല. ഇതിപ്പോ ഇതിലൊക്കെ ഇറങ്ങി പോയിന്ന് അറിയില്ലായിരുന്നു. രാവിലെ നോക്കിയപ്പോഴാണ് അറിയുന്നല്ലേ കണ്ടത്തിലൊക്കെ. വീടിന്റെ അവസ്ഥയോടെ ഇറങ്ങി വരുന്നത്. തൊട്ട് പുറകിലും ഫോറസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഈ ഇത്രയും ഇത് മൊത്തം നിങ്ങളുടെ കണ്ടം തന്നെയല്ലേ പോയേക്കുന്നത്? ഇത് ഇവിടെ ഇറങ്ങി ഇത് വേറെ അല്ലേ? അത് ഞങ്ങളുടെ. ഇപ്പൊ ഈ ചേച്ചിയുടെ മാത്രം കൂട്ടിയാൽ എന്തരം നഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? നഷ്ടം അത് ഒരു കണ്ടത്തിൽ നിന്ന് എന്തേരം നെല്ല് നിങ്ങൾക്ക് കിട്ടും? 2 ചാക്ക് 3 ചാക്കൊക്കെ കിട്ടും. 2-3 കിൻഡലൊക്കെ കിട്ടൂല്ലേ? ഒരു 6-8 കിൻഡല് സാധനം ഇതിനുള്ള കണ്ടമല്ലേ കളഞ്ഞേക്കുന്നത്? അപ്പൊ ഇത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനി നഷ്ടപരിഹാരം കിട്ടുമോ? എന്തായാലും കിട്ടുമോ? എന്താ അവസ്ഥ? നഷ്ടപരിഹാരം കിട്ടണമെന്നാണ്. കിട്ടുമോന്ന് അറിയില്ല. ഇതിന് മുന്നേ ഇങ്ങനെ വന്ന് കളഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടോ? മുന്നേ കളഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഇതുവരെ ഇങ്ങനെ കളഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. അപ്പുറത്തേക്കാണ്. പിള്ളേരൊക്കെ രാത്രിയൊക്കെ ആകുമ്പോ നേരത്തെ എല്ലാരും വീട്ടിൽ വീട്ടിൽ പേടിയാണ്. നേരത്തെ വന്ന് എത്തിയില്ലെങ്കിലും പേടിയാണ്. വന്ന് എത്തിയില്ലെങ്കിലും ഒരു ഇതാണ്, വെപ്രാളാണ്. ഇത് കണ്ടത്തിലൊക്കെ നിൽക്കുന്ന ഒരു ആനയാണല്ലോ അല്ലേ? അതെ അതെ. ഇത് ആൾക്കാരെ നേരെ വരൂല? ഇത് നേരെ വരും. ആൾക്കാരെ നേരെ വരുന്ന ആന തന്നെയല്ലേ? ഇവരുടെ വീട് ഈ ഭാഗത്താട്ടോ. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം ഇവരുടെ വീട്. ഇതുണ്ടോ ഇവരുടെ വീട് ഇവിടെയാണ്. ആന വന്നത് ഈ വഴിക്കാട്ടോ. ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഈ വഴിക്കാണ് ആന അപ്പുറേന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെ വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലേ?
വാഴയൊക്കെ കളഞ്ഞിട്ടാണ് ആന ഇങ്ങോട്ട് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ തുടർച്ചയായിട്ട് 2 ദിവസവും ഇവിടെ ഇതേപോലത്തെ സാഹചര്യമാണ് ഉള്ളത്. വളരെയധികം ഭീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ഈ പ്രദേശവാസികളൊക്കെ ജീവിക്കുന്നത്. കാരണം 1 മാസമായിട്ടുള്ളൂ രാജു എന്ന് പറയുന്ന ആ ഒരു ചേട്ടനെ ഇതേപോലെ ഒരു കണ്ടത്തിൽ നിന്ന് നെല്ല് തിന്നുകൊണ്ടിരുന്ന ഒരു ആനയാണ് നടന്നു വന്നിരുന്ന ആ ഒരു മനുഷ്യനെ ഓടി ചെന്ന് അദ്ദേഹത്തിന് ഓടിച്ചു. അദ്ദേഹം കണ്ടത്തിൽ കൂടെ തന്നെ ഓടി 2 കണ്ടം ഓടി. അതിന് ശേഷമാണ് അദ്ദേഹത്തെ ആന കുത്തിക്കൊന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെയധികം പേടിയിലാണുള്ളത്. ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ അന്ന് കണ്ടാണ് ഒത്തിരി അധികം എന്താ പറയുക ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇടപെടുകയും എല്ലാവരും ഇവിടെ വലിയ സമരവും കാര്യങ്ങളൊക്കെ നടത്തി ഒത്തിരി വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ആ 1 മാസം തികയുന്നതിന് മുന്നേ വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് ആന വീണ്ടും ഇവിടെ കൃഷി നാശം വരുത്താനും അതുപോലെ തന്നെ ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് വളരെയധികം ഭീതിയിലാണ്. പലർക്കും സംസാരിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല. അപ്പോൾ എല്ലാവരും ലോണൊക്കെ എടുത്ത് നമുക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഇവരൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം ലോണൊക്കെ എടുത്ത് കൃഷി ചെയ്യുമ്പോൾ ആ ഒരു കൃഷി ഇങ്ങനെ നശിച്ചു പോകുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി അവരെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് ഇവർക്കൊരു എന്താ പറയുക ഒരു നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയറാക്കുക. അത് ഫെൻസിങ് ആണെങ്കിൽ അങ്ങനെ, ട്രെഞ്ച് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതുപോലെ ആനകളെ ഇങ്ങനെ കൃഷിക്കാരുടെ കൃഷി സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഒട്ടും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ പാവപ്പെട്ട കർഷകർ ഈ ഒരു കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഈ ഒരു നെൽകൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അരി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കർഷകർ കൃഷി ചെയ്ത് കിട്ടുന്ന അരി തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളവർ കഴിക്കുന്നത്. നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നെല്ലിൻ്റെ ലഭ്യത കുറയുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള അരിയെ ആശ്രയിക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ വലിയ വില കൊടുത്ത് അരി മേടിക്കേണ്ടത്. ഇപ്പോൾ അരിയുടെ വിലയൊക്കെ നമുക്കറിയാം. 55, 60, 65 ഒക്കെ ആ റേറ്റിലൊക്കെ എത്തി. പണ്ടൊക്കെ 35-30 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അരിയൊക്കെ ഇരട്ടി വിലയായി. ഇനിയും മുന്നോട്ട് ഇതിൻ്റെ ഇരട്ടി ആവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷികളായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളായിരുന്നു. ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എല്ലാവരും ഈ നാട്ടിൽ കൃഷി ചെയ്തിട്ട് ഒരു മെച്ചമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ജനങ്ങളെ എത്തിച്ചു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും കൃഷിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ നെൽകൃഷി ചുരുക്കം ചില ആൾക്കാരെ ഈ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ. അവരെയും കൂടെ നമ്മളിങ്ങനെ ഈ ഒരു സാഹചര്യത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഇതേപോലെ കൃഷി നിർത്തും. സ്വാഭാവികമായിട്ടും നമ്മൾ മൊത്തം ഒരു എന്താ പറയുക കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറും. അതാണ് ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യം. അതൊക്കെ ഭാവിയിൽ നമ്മുടെ എക്കണോമീനെയൊക്കെ ഒത്തിരി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതൊക്കെ തടയാനായിട്ടുള്ള ഒരു മുൻകരുതലെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാനയുടെ ഒരു പരാക്രമമാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ കൂടെ കണ്ടുകൊണ്ടിരുന്നത്.